ഞാനൊരിക്കൽ ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയേ ഉള്ളൂ. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ദാവീദാണ്. അങ്ങനെ ദാവീദ് വീണ്ടും ഗത്തിലേക്ക് ഓടിപ്പോയി ഗത്തിൽ താമസിച്ചു. ഗത്ത് രാജാവായ ആഗീശ് സിക്ലാഗ് ദേശം ദാവീദിന് കൽപ്പിച്ചു കൊടുത്തു. ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം കിടക്കുന്നത് ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ്. എന്നാൽ ദാവീദ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ശൗലിൻ്റെ കയ്യാൽ മരിക്കുമെന്നാണ്. ദാവീദ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ വിട്ട് ഗത്തിലേക്ക് ഓടിപ്പോയി എന്നതാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദാവീദിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കും ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാമും അറിയാതെ ചിന്തിച്ചു പോകും, ഈ ശത്രു എന്നെ പരാജയപ്പെടുത്തും, ശത്രു എന്നെ ഇല്ലാതാക്കും, ദൈവം ആക്കി വെക്കുന്ന ദേശത്തു നിന്ന് ഓടി ഒളിക്കാം എന്ന ചിന്ത നമ്മിലുമുണ്ടാകും. നാം എവിടെ ഒളിച്ചാലും വാഗ്ദത്തമുള്ളവനെ ദൈവം മടക്കി വരുത്തും. അങ്ങനെ മടങ്ങി വന്ന ദാവീദ് പിന്നെ പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും?